Hi, this is Anupriya. Welcome to our channel. ഇവിടെ ലാസ്റ്റ് വാക്സിനേഷൻ ഡേറ്റ് എത്തിയായിരുന്നു. സോ ഇവയും കൊണ്ട് ഞങ്ങൾ പെട്രസിലെത്തി. ഹോസ്പിറ്റലിൽ കാണുമ്പോൾ തന്നെ അവൾക്ക് കുറച്ച് ഒരു മൈൻഡ് അപ്സെറ്റ് ആവും. കാരണം അവൾക്ക് ഇഞ്ചക്ഷൻ ആണോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. കാരണം 5ാമത്തെ വാക്സിനാണ്. സോ 4 എണ്ണം കഴിഞ്ഞായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ 1-2 പ്രാവശ്യം അവർക്ക് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് ഞങ്ങൾ അതും കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ പോകുമ്പോൾ അങ്ങനെ ഒരു ചെറിയ ടെൻഷൻ അവർക്കുണ്ട്. പക്ഷെ അവൾ അവിടുത്തെ എല്ലാ സ്റ്റാഫുകളായിട്ടും നല്ല അറ്റാച്ച്ഡാണ്. വാക്സിൻ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് അവർക്ക് കുറച്ച് ഇച്ചിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് ആദ്യം കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഡോക്ടറോട് ഞങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു. സോ കുറച്ച് തടുപ്പുകളും കാര്യങ്ങളൊക്കെ അവളുടെ ബാക്ക് സൈഡ് ഉണ്ടായിരുന്നു. സോ അത് ആദ്യം കൺസൾട്ട് ചെയ്ത ശേഷം വാക്സിൻ്റെ കാര്യം ഡിസൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ അത് കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വാക്സിൻ ചെയ്യാം. ഇപ്പോൾ ഈ ഇച്ചിങ്ങിൻ്റെ കുറച്ച് മെഡിസിൻസ് തരാം, അതെടുത്ത ശേഷം ഒരു 7 ഡേയ്സ് നോക്കിയ ശേഷം നമുക്ക് വാക്സിനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഈവ അവിടുത്തെ എല്ലാ സ്റ്റാഫ്സുമായിട്ടും നല്ല കമ്പനിയാണ്. എല്ലാവരുമായിട്ടും നല്ല അറ്റാച്ച്ഡാണ്. അവരും അങ്ങനെ തന്നെ. എല്ലാ സ്റ്റാഫുകളും ആരാണ് അവളെ കൺസൾട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് അവളുടെ അടുത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ആരവളെ കണ്ടാലും, അവിടെ സ്റ്റാഫുകൾ എത്രയും പേരുണ്ട്, ആര് കണ്ടാലും അവളെ പെട്ടെന്ന് വന്ന് എടുത്ത് അവളോട് ഭയങ്കര കമ്പനി ആയിരിക്കും. അതുകൊണ്ട് അവളവിടെ കുറേയൊക്കെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഈ പേടി എന്താണെന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ എന്തെങ്കിലും എടുക്കുമോ എന്നുള്ളതിൻ്റെ ഒരു ടെൻഷൻ മാത്രം അവളുടെ ഫേസിൽ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഇച്ചിങ്ങിനുള്ള മെഡിസിൻസ് ഡോക്ടർ തന്നു. പിന്നെ ഒരു ഇഷ്യൂ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയത്, അവൾ കിടക്കുമ്പോൾ എന്നും കിടക്കുമ്പോൾ നൈറ്റ് ആണെങ്കിലും പകലാണെങ്കിലും ഉറങ്ങുന്ന സമയത്ത് അവൾ മലർന്നിട്ടാണ് കിടക്കാറ്. അപ്പോൾ മലർന്നിട്ട് കിടക്കുമ്പോൾ അവളുടെ ബാക്ക് സൈഡ് മൊത്തം ഓപ്പൺ ആയിട്ട് കിടക്കുക. അപ്പോൾ അവിടെ ഈ കൊതുക് വന്ന് കടിക്കാനുള്ള ചാൻസ്, കൊച്ചിയാണല്ലോ അറിയാം, നിറയെ കൊതുക്, ഭയങ്കരമായിട്ട് കൊതുകിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. സോ ആ ഒരു ടെൻഡൻസി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു കാരണമാവാം ഞങ്ങൾ വിചാരിക്കുന്നു. ഞങ്ങൾ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയ ജാസ്മിൻ അവിടെ അവരുടെ പെറ്റുമായിട്ട് വന്നത്. ലാസ്റ്റ് ആപ്സോ ആയിരുന്നു. അപ്പോൾ ജാസ്മിൻ ഇവയെ കണ്ടത് വേഗം വന്നിട്ട് ഇവളെ എടുത്തു. പെട്ടെന്ന് ജാസ്മിനോട് അറ്റാച്ച്ഡായി, പെട്ടെന്ന് പോയി. പക്ഷേ അവൾക്ക് മറ്റേ ജാസ്മിൻ്റെ പെറ്റ് കുറച്ചിങ്ങനെ ഇറിറ്റേഷൻ കാണിക്കണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ കുറേ അവളുമായിട്ടൊന്ന് അടുക്കാൻ ശ്രമിക്കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് പേടിയായിരുന്നു. കാരണം അവൾ പെട്ടെന്ന് മാറി പോയി ജാസ്മിനോട് ചേർന്നിരിക്കുന്നുണ്ടായിരുന്നു. സ്നേഹമാണ്. അങ്ങനെ ഒരു 1 വീക്കിന് ശേഷം വാക്സിനേഷൻ കംപ്ലീറ്റ് ആവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹലോ. നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലെത്താം. ബൈ.